VPS Lakeshore SKN40 കേരള യാത്ര സമാപനം കോഴിക്കോട് ബീച്ചിൽ ഏപ്രിൽ 20 ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഹൈക്കോടതി അഭിഭാഷകൻ PG മനു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മൂവാറ്റുപുഴ സ്വദേശി ജോൺസൺ അറസ്റ്റിൽ. ഇയാളുടെ നിരന്തര സമ്മർദ്ദമാണ് PG മനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ. PG മനു മാപ്പ് പറയുന്ന വീഡിയോ ചിത്രീകരിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതും ജോൺസൺ ആണെന്നും പോലീസ് കണ്ടെത്തി. 2024 നവംബർ മാസത്തിൽ പരാതി ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് ജോൺസന്റെ എറണാകുളത്തെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും പോലീസ് പറയുന്നു. അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഈ ജോൺസന്റെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ മനുവിന്റെ ഈ വീഡിയോ ചിത്രീകരിച്ചതും പിന്നീട് അത് പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പങ്ക് എങ്ങനെയാണ്? അതിലൊരു ഭീഷണി ഉണ്ടായിരുന്നെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഗൂഗിൾ ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് PG മനുവിന്റെ ആത്മഹത്യ സംബന്ധിച്ച കൂടുതൽ വസ്തുതാപരമായ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഈ PG മനുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ മാപ്പ് പറയുന്ന വീഡിയോ പുറത്തുവിട്ടതാണ്. ഇത് PG മനു ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ചിത്രീകരിച്ചതല്ല എന്നതാണ് പോലീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത്. 2024 നവംബർ മാസമാണ് ഈ ഹൈക്കോടതി അഭിഭാഷകനായിരുന്ന PG മനുവിനെ ഒരു വീട്ടിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് ജോൺസൺ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. തുടർന്ന് ഈ വീഡിയോ പുറത്തുവിടാതിരിക്കാൻ നിരവധിയായ തവണ പണം ആവശ്യപ്പെട്ടു ജോൺസൺ എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വാട്സ്ആപ്പ് ചാറ്റുകളും ഇലക്ട്രോണിക്സ് തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിറവത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന ജോൺസനെ കഴിഞ്ഞ ദിവസം രാത്രി കൊല്ലം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്ത ജോൺസന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല്ലം ACP അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ജോൺസൺ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് PG മനുവിനെ ഭീഷണിപ്പെടുത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഇതിന് സാമൂഹ്യ മാധ്യമത്തിലടക്കം ഈ വീഡിയോ ചിത്രീകരിച്ച വീഡിയോ പുറത്തുവിട്ടപ്പോൾ PG മനു ആദ്യഘട്ടത്തിൽ വിലക്കിയെന്നും പിന്നീട് ഇത് പുറത്തേക്ക് കൂടുതൽ വിടാതിരിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുവെന്നുമാണ് പോലീസ് കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്. വരും ദിവസങ്ങളിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. PG മനുവിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് തേടുന്നുണ്ട്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. വഖഫ് ഭേദഗതി നിയമത്തിൽ നിർണായക ഇടപെടലുമായി സുപ്രീം കോടതി. വഖഫായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ അല്ലാതാക്കി മാറ്റരുതെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. കളക്ടർമാർക്ക് അന്വേഷണം നടത്താമെങ്കിലും തുടർ നടപടി പാടില്ല. വഖഫ് കൌൺസിലിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച് നാളെ സുപ്രീം കോടതിയിൽ വാദം തുടരും. ഉപയോക്താവ് വഴിയോ ആധാരം മുഖേനയോ കോടതി ഉത്തരവ് വഴിയോ വഖഫായ സ്വത്തുക്കൾ അതല്ലാതാക്കരുത് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം. വഖഫ് കൌൺസിലിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഒഴികെയുള്ളവർ മുസ്ലിങ്ങൾ തന്നെയാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശമുണ്ട്. മുസ്ലിങ്ങളെ ഹിന്ദുമത ട്രസ്റ്റുകളുടെ ഭാഗമാക്കാൻ അനുവദിക്കുമോ? വഖഫ് എന്ന് ഒരു വ്യക്തി പറഞ്ഞ വസ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമ ഭേദഗതിക്ക് ശേഷം ആ ഭൂമിയുടെ പദവി എന്തായിരിക്കും? ഭൂമി സംബന്ധിച്ച തർക്കമുണ്ടെങ്കിൽ അതിൽ ആരാണ് തീരുമാനമെടുക്കുക? തർക്കമുള്ള ഭൂമിയുടെ സ്വഭാവം സംബന്ധിച്ച് കലക്ടറുടെ തീരുമാനം വരും വരെ അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയുന്നതിന്റെ ന്യായം എന്ത് തുടങ്ങിയ ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ഉന്നയിച്ചു. ഇന്ന് ഇടക്കാല ഉത്തരവിടാൻ സുപ്രീം കോടതി ഒരുങ്ങിയെങ്കിലും നാളെ വാദം കേട്ട ശേഷം ഇടക്കാല ഉത്തരവിറക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എതിർത്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസുമാരായ സഞ്ജയ് കുമാർ, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് നാളെ 2 മണിക്ക് ഹർജികളിൽ വീണ്ടും വാദം കേൾക്കും. സുപ്രീം കോടതി വിധികൾ റദ്ദാക്കാൻ പാർലമെന്റിന് അധികാരമില്ലെന്നും വിധികളുടെ അടിസ്ഥാനത്തിൽ നിയമനിർമ്മാണത്തിന് മാത്രമേ കഴിയൂ എന്നും ഹർജികൾ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതി നിരീക്ഷിച്ചു. വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. 24 ഡൽഹി. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജനസാഗരം തീർത്ത് മുസ്ലിം ലീഗ്. മുനമ്പത്തെ ജനത്തിനൊപ്പമെന്ന് ആവർത്തിച്ച സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. മുനമ്പം വിഷയം പരിഹരിക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്നത് സംസ്ഥാന സർക്കാരാണെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ഭേദഗതി എന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഭേദഗതിയല്ല, രാജ്യത്തിന്റെ നിയമത്തെ തന്നെ ബാധിക്കുന്ന ഭേദഗതിയാണ്. ജനാധിപത്യത്തെ സംരക്ഷിക്കുവാനാണ്, രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കുവാനാണ് അവർ പാർലമെന്റിൽ ബാധിച്ചത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരേപോലെ ശ്രമിച്ചു. അവിടെ അവര് അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ഇപ്പോൾ രണ്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
വഖഫ് ഭേദഗതി നിയമത്തിൽ മുസ്ലിം ലീഗിന് 2 നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPക്ക് അനുകൂല നിലപാടാണിത്. മുനമ്പത്തുകാരെ പറഞ്ഞു പറ്റിക്കുകയാണ് BJP. മന്ത്രി കിരൺ റിജിജുവിന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തുവന്നുവെന്നും മുഖ്യമന്ത്രി. വഖഫിൽ ഇന്ത്യ സഖ്യം കുപ്രചാരണം നടത്തുന്നുവെന്നായിരുന്നു BJPയുടെ പ്രതികരണം. മുനമ്പം വിഷയത്തിൽ മന്ത്രി P രാജീവും പ്രതിപക്ഷ നേതാവ് VD സതീശനും പരസ്പരം വിമർശനവുമായി രംഗത്തെത്തി. എങ്ങനെയൊക്കെ ഈ ആശയക്കുഴപ്പമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റും? കുളങ്കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറയില്ലേ? വ്യാജ ആഖ്യാനങ്ങളെല്ലാം ഉടഞ്ഞു പോകുന്ന നിലയായി. നിയമ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന് കേന്ദ്ര മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുക. കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് നിയമം കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്നിപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ഗവൺമെന്റ് ഇത് 2 മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. നീതി ലഭിക്കും വരെ മുനമ്പത്തുകാർ നിയമപോരാട്ടം നടത്തേണ്ടി വരുമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പരാമർശത്തിൽ വിമർശനവുമായി സിറോ മലബാർ സഭ. പ്രശ്നം പരിഹരിക്കാത്തതിൽ നിരാശയും ആശങ്കയുമുണ്ടെന്നാണ് സഭയുടെ പ്രതികരണം. ഈസ്റ്ററിന് ശേഷം മുനമ്പം സമരസമിതി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഗവൺമെന്റുകൾ ഈ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരത്തിനു വേണ്ടി നിയമം അമെൻഡ് ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ഒരുപക്ഷെ ജനങ്ങളെ ഒത്തിരിയേറെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം ഒരുപക്ഷെ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി ഇത്രയും ദിവസങ്ങളായി മുനമ്പത്ത് വലിയ വിഷമത്തിലും പ്രതിസന്ധിയിലുമായ ജനം സമരമുഖത്തിരിക്കുമ്പോൾ ചില വൈകാരികമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായതും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അനുകൂലമായ രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായതുമെന്ന് മനസ്സിലാക്കുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണ ഉത്തരവിന് പിന്നാലെ KM എബ്രഹാം നൽകിയ ഗൂഢാലോചന പരാതിയിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ഹർജിക്കാരനായ ജോമോൻ പുത്തമ്പുരയ്ക്കലും 2 ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെന്നായിരുന്നു KM എബ്രഹാമിന്റെ ആരോപണം. കേസിൽ KM എബ്രഹാമിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കിഫ്ബി സിഇഒയുമായ KM എബ്രഹാം ഇന്നലെയാണ് മുഖ്യമന്ത്രിക്ക് വിശദമായ കത്ത് നൽകിയത്. ഗൂഢാലോചന IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഹർജിക്കാരനായ ജോമോൻ പുത്തമുരക്കലിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു. PWD റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയതിലുള്ള വൈരാഗ്യമാണ് ജോമോൻ പുത്തമുരക്കലിനെന്നാണ് KM എബ്രഹാമിന്റെ ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ അഴിമതി കണ്ടെത്തിയ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന മറ്റു 2 പേർക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ട്. 3 പേരും സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് തന്റെ പക്കലുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട്. തനിക്കെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താനാണെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. എന്നാൽ കേസിൽ KM എബ്രഹാമിനെ തള്ളാതെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അദ്ദേഹം ഒരു കത്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യാനും തയ്യാറാകുന്നുണ്ട്. സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഘട്ടം എത്തിയതിനു ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. പരാതിയിലെ അന്വേഷണ സാധ്യത സർക്കാർ പരിശോധിച്ചു വരികയാണ്. 24 തിരുവനന്തപുരം. ADGP P വിജയനെതിരെ വ്യാജമൊഴി നൽകിയ സംഭവത്തിൽ MR അജിത് കുമാറിനെ പിന്തുണച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന പോലീസ് മേധാവിയുടെ ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ADGP MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയുള്ള വിജിലൻസ് റിപ്പോർട്ടിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് അംഗീകാരം നൽകിയിരുന്നു. MR അജിത് കുമാറിനെ പോലീസ് മേധാവിയാക്കേണ്ടത് മുഖ്യമന്ത്രിക്ക് അനിവാര്യമെന്നായിരുന്നു PV അൻവറിന്റെ വിമർശനം. MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി എല്ലാ തരത്തിലും സംരക്ഷിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് കരുത്തു പകരുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രി മുഖ്യെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരായിട്ട് മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ വിജിലൻസ് അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി. അത് വളരെ കടുത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിട്ടുണ്ട്. മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി അങ്ങനെ ഒരു ശുപാർശയെക്കുറിച്ച് തനിക്കറിയില്ലെന്ന് പ്രതികരിച്ചു. എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്കൊക്കെ ശുപാർശ തരേണ്ട കാര്യമില്ലല്ലോ. ഞാനല്ലല്ലോ കേസെടുക്കുന്നത്. എനിക്കതിൽ അങ്ങനെ ഒരു ശുപാർശ നൽകേണ്ട കാര്യം വരുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയ വിജിലൻസ് റിപ്പോർട്ടിൽ ഇന്നലെയാണ് മുഖ്യമന്ത്രി ഒപ്പിട്ടത്. കേസെടുക്കണമെന്ന DGPയുടെ ശുപാർശ തൊടാതെയാണ് വിജിലൻസ് റിപ്പോർട്ടിന് സർക്കാർ അംഗീകാരം നൽകിയത്. മുഖ്യമന്ത്രി അജിത് കുമാറിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന് PV അൻവർ. ഒന്നിനോടൊന്ന് അനുബന്ധിച്ച് കെട്ടി പിണർന്ന് കിടക്കുകയാണ്. അതിനൊക്കെ തട്ടിമാറ്റിക്കൊണ്ട് താൽക്കാലികമായി ഒപ്പിച്ചെടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് മുഖ്യമന്ത്രി ധൃതി പിടിച്ചിട്ട് ഈ ക്ലീൻ ചീറ്റ് കൊടുക്കുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ സഹായിച്ചു. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP ക്യാമ്പ് ഹൌസിലെ മരമുറി തുടങ്ങിയവയിൽ MR അജിത് കുമാറിനെ കുറ്റവിമുക്തനാക്കിയായിരുന്നു വിജിലൻസ് റിപ്പോർട്ട്. 24 തിരുവനന്തപുരം.
24 റൗണ്ടപ്പിലേക്ക് വീണ്ടും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ലഹരിക്കും അക്രമത്തിനുമെതിരെ നടത്തുന്ന കേരള യാത്ര പര്യടനം തുടരുന്നു. VPS Lakeshore presents SKN40, presented by VPS Lakeshore, co-presented by Lulu Group India, Ujala Fabric Conditioner, co-powered by MyG Future, Xylem Learning App, Indian Institute of Commerce, Lakshya, Leela Ravis. Celebrating partners, Joya Lucas, Jain Deemed to be University, Kochi, Crown Plaza, Kochi, VKC Dibon, Swayamvara Silks, NIMS, a unit of NI Educational Trust, MGM Group of Educational Institutions, Medimix, Rich Max Finvest, Region Care, Benny's Royal Tours Private Limited, Pyramid Agro Multi-State Cooperative Society Limited, G-Tech Computer Education, Milma, New Rajasthan Marbles. SKN40 കേരള യാത്രയ്ക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമായ G-Techൽ വൻ സ്വീകരണം. കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലാണ് സ്വീകരണം ഒരുക്കിയത്. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി കേരളത്തിലെ പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനമായ G-Tech സ്വീകരണമൊരുക്കി. G-Tech ചെയർമാൻ മെഹറൂഫ് മണലൊടി കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ ആർ ശ്രീകണ്ഠൻ നായരെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. കോവിഡിനും പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും അപകടകരമായ പ്രതിസന്ധി ഏത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ഈ രാസലഹരിയുടെ വ്യാപനമാണ്. കൊക്കൈൻ, ബ്രൗൺ ഷുഗർ, അങ്ങനെ എന്തെല്ലാം രാസലഹരി, കഞ്ചാവ്. ചിലപ്പോൾ നിങ്ങളെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും, ഈ കഞ്ചാവ് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ബുദ്ധി വളരുമെന്ന്. ബുദ്ധി വളരില്ല, ജീവിതം പോയി കിട്ടും. അത്രയേ ഉള്ളൂ. ഒരു ശാസ്ത്രീയ അടിത്തറയില്ലാത്ത വ്യാപകമായ പ്രചാരണം ഈ കഞ്ചാവ് വിൽക്കുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ലഹരിക്കെതിരെയുള്ള SKN യാത്രയ്ക്ക് ആശംസയുമായി G-Tech ചെയർമാൻ മെഹറൂഫ് മണലൊടി. ആന്റി ഡ്രഗ് ക്യാമ്പയിൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് ഓഫ് ദ അവർ എന്ന് പറയും. അപ്പോൾ എന്തായാലും SKN നടത്തുന്ന, അതേപോലെ 24 ന്യൂസ് ഈ നടത്തുന്ന വലിയൊരു പ്രോഗ്രാമുകൾ എടുക്കുന്ന ഈ ഒരു ഇനീഷ്യേറ്റീവ് കേരള സമൂഹത്തിന് വലിയൊരു ഭാഗ്യമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും. ചടങ്ങിൽ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം സംസാരിച്ചു. 23 രാജ്യങ്ങളിലായി 800 സ്ഥാപനങ്ങളാണ് G-Techനുള്ളത്. 24 കോഴിക്കോട്. SKN40 കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി VKC ഗ്രൂപ്പ്. യാത്രയുടെ ഭാഗമായി 24മായി സഹകരിച്ച് VKC ഗ്രൂപ്പ് 10 പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും. ഗ്രൂപ്പ് ചെയർമാൻ VKC മുഹമ്മദ് കോയ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവും തടയിടുക എന്ന ലക്ഷ്യത്തോടെ SKN നടത്തുന്ന യാത്രയുടെ ഭാഗമായാണ് പാദരക്ഷ നിർമ്മാണ മേഖലയിലെ പ്രധാന സ്ഥാപനമായ കോഴിക്കോട് കുണ്ടായിത്തോട് VKC എക്സ്ക്ലൂസീവ് ബ്രാൻഡിംഗ് ഔട്ട്ലെറ്റിൽ സന്ദർശനം. ചെയർമാൻ VKC മുഹമ്മദ് കോയ യാത്രയിൽ അണിചേർന്നു. വിശ്വാസ്യതയാണ് ഒരു സംരംഭത്തിന്റെ വിജയമെന്ന് VKC മുഹമ്മദ് കോയ. ഞങ്ങൾ ആ കൂടി ഞങ്ങൾ നേടിയെടുത്തതാണ്. ഞങ്ങൾ പിന്നെ വിശ്വാസ്യത, ഞങ്ങളെ വില, ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ഞങ്ങൾ സാധ്യത ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം എടുക്കാറില്ല. ആളുകളുടെ വിശ്വാസം പിന്നെ പരമാവധി. ചടങ്ങിൽ 10 പുതിയ വീട് 10 പുതിയ ലോകം എന്ന തലക്കെട്ടിൽ 24മായി സഹകരിച്ച് VKC നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ പദ്ധതി പ്രഖ്യാപനം നടന്നു. അപ്പോൾ അങ്ങ് ചെയ്യുന്നത് ചെറിയ കാര്യമല്ല. VKCക്ക് എൻ്റെ ആശംസകൾ. 24മായിട്ട് ടൈപ്പ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരോട് ഒന്നിച്ച് ചെയ്യുന്നു. ഞാൻ വേണേ 1 2 3 പറയാം. 1 2 3. ഡയറക്ടർ റഫീഖ്, മാർക്കറ്റിംഗ് GM ബ്ലസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിൽ കസ്റ്റമേഴ്സ് ഇൻസോൾ പരിചയപ്പെടുത്തി. പാദരക്ഷ മേഖലയിലെ VKCയുടെ 40ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ. 24 കോഴിക്കോട്. എൻ്റെ മുകളിൽ SK പൊറ്റക്കാടാണ്, നിങ്ങൾക്കറിയാം, ലോകസഞ്ചാരി. അദ്ദേഹത്തെ സാക്ഷിയാക്കി ഞാൻ ഒരു കാര്യം പറയുകയാണ്. അടുത്ത 20-ാം തീയതി
30 ദിവസം നീണ്ടുപോയ SKN40 അന്തിമമായി ഒരു മഹാസമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുകയാണ്. ഒരേ ശബ്ദത്തിൽ അറബിക്കടലിൻ്റെ ഇരമ്പിയാർക്കുന്ന ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, അവസാനത്തെ MDMA കാലം കേരളത്തിൽ വേര് പിടിക്കില്ല. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് 1 ലക്ഷം ആളുകൾ പങ്കെടുക്കുന്ന ഈ ജനറാലിയിൽ നിങ്ങളും അണിചേരണം. വരിക, കോഴിക്കോടേക്ക് വരിക. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. VPS ലേക്ക് ഷോർ SKN40 കേരള യാത്ര സമാപനം. ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 4 മണി മുതൽ കോഴിക്കോട് കടപ്പുറത്ത്. 2023 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിനും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശി, ബീന ആർ ചന്ദ്രൻ എന്നിവരും ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന് സമ്മാനിച്ചു. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം വർണ്ണാഭമായി. മികച്ച നടനായി ആടുജീവിതത്തിലെ പ്രകടനത്തിന് പൃഥ്വിരാജിന് അംഗീകാരം. മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. അതിജീവനത്വരെയും നിസ്സഹായതയെയും അതിനുശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിന് ചടങ്ങിന് സാക്ഷിയാവാൻ മാതാവ് മല്ലിക സുകുമാരനും എത്തി. പുരസ്കാരം നേടിയ ശ്രീമതി ഉർവശിയാണ് സംസാരിക്കാനായി നമ്മളോട് ക്ഷണിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സ്പെഷ്യലാണ്. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഞാൻ അത്തരം ഒരു സിനിമയെ കാണുന്നത്. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് ഉർവശിയും തടവിലെ പ്രകടനത്തിന് ബീന ആർ ചന്ദ്രനും മികച്ച നടിക്കുള്ള പുരസ്കാരം പങ്കിട്ടു. മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് ഒൻപത് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ ആടുജീവിതത്തിലൂടെ ബ്ലസി മികച്ച സംവിധായകനായി. സംവിധായകൻ ബ്ലസി ഒരു സാഹിത്യകൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നിട്ടും കലാമൂല്യവും സാങ്കേതിക തികവും നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്തതിന് സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം മുതിർന്ന സംവിധായകൻ ഷാജി N കരുൺ നേടി. ഷാജി N കരുണിന്റെ ചലച്ചിത്ര ജീവിതത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വാചാലനായി. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയുടെ സാന്നിധ്യം അറിയിച്ച് മലയാളിയുടെ യശസ്സുയർത്തിയ സംവിധായകനാണ് ശ്രീ ഷാജി N കരുൺ. മമ്മൂട്ടി നായകനായ കാതൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടി. 35 വിഭാഗങ്ങളിലായി 48 പേരാണ് അവാർഡിന് അർഹരായത്. 24 തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാന ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ വൻ സാമ്പത്തിക തട്ടിപ്പ്. 78 ലക്ഷം രൂപയുടെ ക്ഷേമനിധി ബോർഡ് വിഹിതം ഉദ്യോഗസ്ഥൻ തട്ടിയെടുത്തു. ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്കായ സംഗീതിനെതിരെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ പോലീസിൽ പരാതി നൽകി. 24 എക്സ്ക്ലൂസീവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ബന്ധു നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ വിജിലൻസ് സംഘമാണ് ലോട്ടറി ഡയറക്ടറേറ്റിലെ ക്ലർക്ക് സംഗീത നടത്തിയ വൻ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുന്നത്. 2018, 19, 20 കാലയളവിൽ ഡയറക്ടറേറ്റിലെ ക്ഷേമനിധി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു വകുപ്പിന്റെ പ്രതിദിന വരുമാനത്തിൽ നിന്നും ക്ഷേമനിധിയിലേക്ക് മാറ്റുന്ന തുകയിൽ സംഗീത തിരിമറി നടത്തിയത്. 63 ലക്ഷം രൂപ ഇയാൾക്കായി വീട് വയ്ക്കുന്ന കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കും 15 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്കുമാണ് സംഗീത് മാറ്റിയത്. സാമ്പത്തിക തിരിമറിയുടെ രേഖകൾ സംഗീത് പൂഴ്ത്തിയതായും ആരോപണമുണ്ട്. വലിയൊരു സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. ഏകദേശം കോടികളുടെ ക്രമക്കേടുകൾ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന രേഖകളൊക്കെ കൂടാതെ തന്നെ ഇയാളുടെ അല്ലാതെ തന്നെ ഇയാളുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ക്യാഷ് മാറിപ്പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വകുപ്പ് തല അന്വേഷണം മാത്രം പോരാ, അത് ബന്ധപ്പെട്ട ഏജൻസികൾ, സർക്കാർ ഇത് ഗൗരവമായിട്ടെടുത്ത് തന്നെ ഗൗരവമായി ഇതിനെ അന്വേഷിക്കേണ്ടതുണ്ട്. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ 14-ാം തീയതി വകുപ്പ് ഡയറക്ടർ സംഗീതിനെതിരെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ വ്യാജമുദ്ര ഉണ്ടാക്കി അനധികൃത അവധിയെടുത്തതിന് 6 മാസം മുമ്പ് സംഗീതിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിൽ വകുപ്പ് തല അന്വേഷണം നടക്കുന്നതിനിടെയാണ് പുതിയ തട്ടിപ്പും പുറത്തുവരുന്നത്. സംഗീത് കൂടുതൽ സാമ്പത്തിക തിരിമറികൾ നടത്തിയിരിക്കാനുള്ള സാധ്യതകളും ലോട്ടറി വകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ വിജിലൻസും ലോട്ടറി വകുപ്പും സംഗീതിനെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കേസെടുത്തിട്ടില്ല. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം.
തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഫത്വയുമായി അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ റസ്വി. വിജയ് മുസ്ലിം പ്രീണനമാണ് നടത്തുന്നതെന്നും വിജയിയെ വിശ്വസിക്കരുതെന്നും ബീസ്റ്റ് ചിത്രത്തിലൂടെ മുസ്ലിം വിഭാഗത്തെ തീവ്രവാദികളായി ചിത്രീകരിച്ചെന്നും ഷിഹാബുദ്ദീൻ റസ്വി വിമർശിച്ചു. ഇഫ്താർ വിരുന്നിൽ ചൂതാട്ടക്കാരെയും മദ്യപാനികളെയും പങ്കെടുപ്പിച്ച് വിജയ് നോമ്പിനെ അപമാനിച്ചു. വിജയിയെ ഒരു ചടങ്ങിലേക്ക് മുസ്ലിങ്ങൾ ക്ഷണിക്കരുതെന്നും വിജയുടെ പരിപാടികളിൽ മുസ്ലിങ്ങൾ പങ്കെടുക്കരുതെന്നും ഷിഹാബുദ്ദീൻ റസ്വി. നേരത്തെ ഇന്ത്യൻ താരം മുഹമ്മദ് ഷമി നോമ്പെടുക്കാതെ ലോകകപ്പ് മത്സരത്തിന് ഇറങ്ങിയതിനെ വിമർശിച്ച ഷിഹാബുദ്ദീൻ റസ്വി വിവാദത്തിലായിരുന്നു. ഇതോടെ 24 റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.